ahead, fall back എന്ന അമേരിക്കയിൽ ഒരു ചൊല്ലുണ്ട്. വസന്തകാലത്തിന്റെ ആഗമനം അറിയിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കുവാനും ശരത്കാലത്ത് പിന്നോട്ട് മാറുവാനുമുള്ള ഈ ചൊല്ലിന്റെ ആന്തരികാർത്ഥം കൂടുതൽ പ്രകാശമാനമായ ദിവസങ്ങൾ എന്നാണ്. ക്ലോക്കിന്റെ സൂചി 1 മണിക്കൂർ മുന്നോട്ട് തിരിച്ചു വെക്കുമ്പോൾ ഉറക്കത്തിന്റെ ദൈർഘ്യം കുറയുമെങ്കിലും പ്രകാശമാനമായ ദിവസം മുന്നിലുണ്ടെന്ന പ്രത്യാശയുടെ സന്ദേശവുമായി കാഴ്ച ഈ ആഴ്ചയുടെ ഈ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ശ്രുതി എഡിസൺ. ഈ ആഴ്ചയിലെ ഹൈലൈറ്റ്സ്: പ്രസിഡന്റ് ഒബാമയുടെ റേറ്റിംഗ് കുറയുന്നു. വൈറ്റ് ഹൗസിൽ സന്ദർശകർക്ക് പ്രവേശനം നിഷേധിച്ചു. ഡാളസിൽ അഭൂതപൂർവമായ ചൂട്. 106-ാം വയസ്സിൽ ഗ്രാജുവേഷൻ. HIV-ക്ക് മരുന്ന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി MCN ടെലിവിഷന്റെ കാഴ്ച ഈ ആഴ്ച ആരംഭിക്കുകയാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വാർത്തകളിലേക്ക്. സാമ്പത്തിക കടക്കണിയിൽ നിന്ന് കരകയറുവാൻ ശ്രമിക്കുന്നതിനിടെ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ റേറ്റിംഗ് 7% മുങ്ങിത്താഴ്ന്നു. റോയിറ്റേഴ്സ് ഇപ്സോസ് ഓൺലൈൻ പോളിലാണ് ഈ വിവരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2ാം വട്ടം ഭരണത്തിലേറിയ ഒബാമയുടെ ഹണിമൂൺ കാലം കഴിഞ്ഞുവെന്ന് ഉദാഹരണങ്ങൾ സഹിതം റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. വൈറ്റ് ഹൗസ് പക്ഷേ ഈ റിപ്പോർട്ട് തള്ളിയിരിക്കുകയാണ്. ചെലവ് ചുരുക്കാനുള്ള തീരുമാനം അമേരിക്കയിൽ തൊഴിൽ നഷ്ടത്തിനിടയാക്കുമെന്നും രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ വക്കിലാണെന്നും പ്രസിഡന്റ് ബരാക് ഒബാമയുടെ മുന്നറിയിപ്പ്. കടക്കണിയിൽ നിന്ന് അമേരിക്കയെ രക്ഷിക്കാനുള്ള നടപടിയുടെ ഭാഗമായി ഫെഡറൽ സർക്കാർ ഏജൻസിക്കുള്ള ബജറ്റ് വിഹിതത്തിൽ $85 ബില്യൺ വെട്ടിക്കുറയ്ക്കാനുള്ള ഉത്തരവിൽ പ്രസിഡന്റ് ഒബാമ ഒപ്പുവെച്ചു. ഇത് സമർത്ഥമായ നടപടിയല്ലെന്ന് സമ്മതിച്ച ഒബാമ രാജ്യം മറ്റൊരു രാഷ്ട്രീയ പ്രതിസന്ധിയെ നേരിടുകയാണെന്ന് പറഞ്ഞു. കടക്കണിയിൽ നിന്ന് അമേരിക്കയെ രക്ഷിക്കാനുള്ള ബദൽ മാർഗങ്ങളിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും ഡെമോക്രാറ്റുകൾക്കും ഒത്തുതീർപ്പിലെത്താൻ കഴിയാതിരുന്നതോടെയാണ് ബജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചത്. വൈറ്റ് ഹൗസ് കാണാനായി വാഷിംഗ്ടണിലെത്തുന്ന സന്ദർശകർ തൽക്കാലത്തേക്കെങ്കിലും നിരാശരാകേണ്ടി വരും. വൈറ്റ് ഹൗസിലേക്കുള്ള എല്ലാ പൊതു സന്ദർശനങ്ങളും ഒബാമ സർക്കാർ ചൊവ്വാഴ്ച മുതൽ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചതാണ് കാരണം. ചെലവ് ചുരുക്കൽ നടപടികളുടെ ഭാഗമായാണ് പൊതു സന്ദർശനങ്ങളും റദ്ദാക്കുന്നതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. പൊതു സന്ദർശനങ്ങൾ വിലക്കിയത് വാഷിംഗ്ടൺ സന്ദർശിക്കുന്ന വേളയിൽ വൈറ്റ് ഹൗസും സന്ദർശിക്കാനിരിക്കുന്ന ആയിരക്കണക്കിന് സന്ദർശകരെ നിരാശരാക്കിയിട്ടുണ്ട്. വൈറ്റ് ഹൗസ് സന്ദർശിക്കാനുള്ള സൗജന്യ ടിക്കറ്റുകൾ കോൺഗ്രസ് ഓഫീസ് വഴിയാണ് വിതരണം ചെയ്തിരുന്നത്. 3 ആഴ്ച മുതൽ 6 മാസം മുമ്പ് വരെ ഇത്തരത്തിൽ ടിക്കറ്റുകൾ സന്ദർശകർ സ്വന്തമാക്കാറുണ്ടായിരുന്നു. നേരത്തെ ടിക്കറ്റ് എടുത്ത സന്ദർശകർക്കും പുതിയ നിർദ്ദേശപ്രകാരം സന്ദർശനാനുമതി ലഭിക്കില്ല. കഴിഞ്ഞയാഴ്ച നടപ്പിലാക്കിയ ബജറ്റിലെ ചെലവ് ചുരുക്കൽ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വൈറ്റ് ഹൗസിനുള്ള ബജറ്റ് വിഹിതത്തിൽ $1 മില്യൺ കുറവാണ് വരുത്തിയിരുന്നത്. ചെറിയ കത്തി, ബേസ്ബോൾ ബാറ്റ്, ഗോൾഫ് ക്ലബ്സ്, മറ്റ് സ്പോർട്സ് ഉപകരണങ്ങൾ എന്നിവയുമായി യാത്രക്കാർക്ക് വിമാനത്തിൽ പോകാൻ അനുമതിയായി. അടുത്ത മാസം മുതൽ ഇത് നടപ്പിലാകും. US ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ മേധാവി ജോൺ പിസ്റ്റോളാണ് ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ പുതിയ തീരുമാനത്തിനെതിരെ വിമാന ജീവനക്കാരുടെ സംഘടന ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ ലോക്കൽ 656 രംഗത്തെത്തി. സൗത്ത് വെസ്റ്റ് എയർലൈൻസിലെ 10,000-ഓളം ജീവനക്കാർ ഈ യൂണിയനിൽ അംഗങ്ങളാണ്. പുതിയ തീരുമാനം അപകടം വരുത്തിവെക്കുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകി. വിമാനയാത്രയ്ക്ക് ഭീഷണിയാണിത്. ഹോക്കി സ്റ്റിക്ക്, ഗോൾഫ് ക്ലബ്, ചെറിയ കത്തി എന്നിവ ഭീഷണി ഉയർത്തുന്ന വസ്തുക്കളാണെന്നും ഇവർ അറിയിച്ചു. 2001 സെപ്റ്റംബർ 11 ആക്രമണത്തിനു ശേഷമാണ് ഇത്തരം വസ്തുക്കൾ വിമാനത്തിൽ കൊണ്ടുപോകുന്നത് നിരോധിച്ചത്. കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് വാഷിംഗ്ടൺ DC-യിൽ നിന്നുള്ള 100 കണക്കിന് വിമാന സർവീസുകൾ അധികൃതർ റദ്ദാക്കി. വാഷിംഗ്ടൺ DC-യിലെ വിവിധ ഓഫീസുകൾക്ക് സർക്കാർ അവധി പ്രഖ്യാപിച്ചു. മഞ്ഞുകാറ്റിനെ തുടർന്ന് ഷിക്കാഗോ വിമാനത്താവളത്തിൽ നിന്നുള്ള 1100 വിമാന സർവീസുകൾ കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വാഷിംഗ്ടണിലെ വ്യോമഗതാഗതത്തെയും മഞ്ഞുകാറ്റ് പ്രതികൂലമായി ബാധിച്ചത്. വാഷിംഗ്ടൺ DC-യിലെ ഡള്ളസ്, റേഗൻ എന്നീ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകളാണ് റദ്ദാക്കപ്പെട്ടവയിൽ ഭൂരിഭാഗവും. 7 മുതൽ 10 ഇഞ്ച് വരെ മഞ്ഞുവീഴ്ചയുണ്ടായി. ഷിക്കാഗോ, മിനിയാപോളിസ്, വാഷിംഗ്ടൺ DC, ന്യൂയോർക്ക് പ്രദേശങ്ങളിലെ എയർപോർട്ടുകളിലായി മാത്രം 2000-ഓളം സർവീസുകൾ റദ്ദാക്കി. 4000-ലേറെ ഫ്ലൈറ്റുകൾക്ക് സമയത്തിന് പറക്കാനും കഴിഞ്ഞില്ല.
മിസിസിപ്പിയിൽ HIV അണുബാധയുമായി ജനിച്ച ശിശുവിനെ ചികിത്സയിലൂടെ ഭേദമാക്കിയതായി ഗവേഷക സംഘം അറിയിച്ചു. HIV/AIDS ചികിത്സയിൽ, പ്രത്യേകിച്ച് ശിശുക്കളിലെ HIV പ്രതിരോധിക്കുന്നതിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന മുന്നേറ്റമാണിത്. അറ്റ്ലാന്റയിൽ നടന്ന ശാസ്ത്ര കോൺഫറൻസിലാണ് ഗവേഷക സംഘം കണ്ടെത്തൽ അവതരിപ്പിച്ചത്. മേരിലാൻഡിലെ ബാൾട്ടിമോറിൽ സ്ഥിതി ചെയ്യുന്ന ജോൺ ഹോപ്കിൻസ് ചിൽഡ്രൻസ് സെന്ററിന്റെ പഠനത്തിലാണ് ഫലം കണ്ടെത്തിയത്. A repeat test done with 2 weeks later again showed less than 20 copies per ml. And last fall we've been unable to detect replication competent virus at 10 months off of antiretroviral therapy, and the child remains off of antiretroviral therapy. 2010 ജനിച്ച കുട്ടിയിൽ അന്നു മുതൽ തന്നെ ചികിത്സ നൽകുകയായിരുന്നു. അമ്മ HIV പോസിറ്റീവ് ആയിരുന്നു. ജനിച്ച് 48 മണിക്കൂറിനുള്ളിൽ നടത്തിയ രക്തപരിശോധനയിൽ രോഗബാധ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് വിവിധ ഘട്ടങ്ങളിലായി നടത്തിയ സങ്കീർണ ചികിത്സയിൽ രോഗത്തിന് വൈദ്യസംഘം തടയിടുകയായിരുന്നു. ദമ്പതികൾ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ട് യുവതി സംഭവ സ്ഥലത്ത് പ്രസവിച്ചു. അപകടത്തിൽ ദമ്പതികൾ മരിച്ചു. യുവതി പ്രസവിച്ച കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ടുവെങ്കിലും 2 ദിവസങ്ങൾക്ക് ശേഷം കുഞ്ഞ് മരിക്കുകയായിരുന്നു. അപകടം നടന്ന സ്ഥലത്താണ് യുവതി പ്രസവിച്ചത്. ദമ്പതികളായ നെയ്തൻ, റേസി എന്നിവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ബ്രൂക്ലിനിലെ വില്യംസ്ബർഗിലായിരുന്നു അപകടം. നെയ്തനും റേസിയും സഞ്ചരിക്കുകയായിരുന്ന കാറിനെ എതിരെ വന്ന കാർ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. അമേരിക്കയിലെ വാൾട്ടൺ സ്കൂൾ നടത്തുന്ന ഇന്ത്യ എക്കണോമിക് ഫോറത്തിൽ നിന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ ഒഴിവാക്കി. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രതിഷേധത്തെ തുടർന്നാണിത്. ഈ മാസം 22, 23 തീയതികളിൽ നടക്കുന്ന ഫോറത്തെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുമെന്ന് മോഡി അറിയിച്ചിരുന്നു. ഗുജറാത്ത് വംശഹത്യയെ തുടർന്ന് അമേരിക്ക മോഡിക്ക് വിസ നിഷേധിച്ചിരുന്നു. ബ്രിട്ടൻ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നെങ്കിലും പിന്നീട് നീക്കി. ഫെഡറൽ ഗവൺമെന്റിന്റെ സാമ്പത്തിക പ്രതിസന്ധി ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ജയിലുകളിൽ കഴിയുന്ന അനധികൃതമായി കുടിയേറിയ ക്രിമിനലുകൾ അടക്കമുള്ള തടവുകാരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നതിനെതിരെ ടെക്സസ് ഗവർണർ ആഞ്ഞടിച്ചു. ഫെഡറൽ ഗവൺമെന്റിന്റെ ജയിൽ ഭേദനം, US ഇമിഗ്രേഷൻസ് ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ പക്വതയില്ലാത്ത തീരുമാനം എന്നീ വിശേഷണങ്ങളാണ് ഗവർണർ റിക് പെറി ഇതിന് നൽകിയത്. ടെക്സസിലെ 26 മില്യൺ ജനങ്ങളുടെ സേഫ്റ്റിക്ക് നേരെ ഭീഷണി ഉയർത്തുന്നതാണ് ഈ തീരുമാനം. ഫെഡറൽ സർക്കാർ അതിർത്തി സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടതാണ് ഇല്ലീഗൽ ഇമിഗ്രൻസ് അവിടെ ജയിലുകളിൽ എത്തിച്ചേരാൻ ഇടയാക്കിയതെന്നും ഗവർണർ പറഞ്ഞു. കാഴ്ച ഈ ആഴ്ച ഒരു ഇടവേളയ്ക്ക് ശേഷം തുടരും. പ്ലീസ് സ്റ്റേ വിത്ത് us.